ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യം വായിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ കാണാതെ പഠിക്കുകയും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും എല്ലാവർക്കും നല്ല സുപരിചിതമായ ഒരു ഭാഗമാണ് സങ്കീർത്തനം 34-ന്റെ 8-ാം വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അറിയുക എന്നതും ദൈവത്തെ ആസ്വദിച്ചറിയുക അല്ലെങ്കിൽ ദൈവത്തെ രുചിച്ചറിയുക എന്നതും തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാ മനുഷ്യർക്കുമുണ്ട്. എന്നാൽ ദൈവത്തെ രുചിച്ചറിയുക എന്നുള്ള അനുഭവം എല്ലാ മനുഷ്യർക്കുമില്ല. നാം ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ പിതാവായ തേരഹിന് ദൈവത്തെക്കുറിച്ചുള്ള നല്ല അറിവുണ്ടായിരുന്നു. അവൻ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്നവനായിരുന്നു. എന്നാൽ തേജോമനായ ദൈവത്തിൻ്റെ ദർശനം കിട്ടിയ അബ്രഹാം ദൈവം പറയുന്നത് അതപാടെ അനുസരിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും മടിക്കാതെ ആരോടും അനുവാദം ചോദിക്കാതെ ദൈവ ശബ്ദം കേട്ടിറങ്ങുകയാണ്. ആ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിപ്പാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അവനൊന്നും മടിക്കാതെ ആരുടെ അനുവാദം ചോദിക്കാതെ തൻ്റെ മകനെ ദൈവത്തിനു വേണ്ടി യാഗം കഴിപ്പാനായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അബ്രഹാം നല്ലവണ്ണം ദൈവത്തെ രുചിച്ചറിഞ്ഞവനായിരുന്നു. മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എത്രയോ മടങ്ങായിരുന്നു. ആർക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള കഷ്ടതയിൽ കൂടി അവൻ കടന്നുപോയി. അവൻ്റെ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, നിനക്ക് ഈ ദൈവത്തെ വിട്ട് അവനെ ഉപേക്ഷിച്ച് നിനക്ക് ത്യജിച്ച് കളയരുതോ എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ത് എന്നാണ് തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇയ്യോബിൻ്റെ പ്രത്യാശ എത്രമാത്രമായിരുന്നെന്ന്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇയ്യോബിൻ്റെ പ്രത്യാശയാണ് ഇവിടെ കാണുന്നത്. ദൈവപ്രിയമുള്ളവരെ, ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു ഭക്തന് മാത്രമേ ഇപ്രകാരം പറയുവാൻ സാധിക്കുകയുള്ളൂ. മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കുറച്ച് യഹൂദ ബാലന്മാരെ പറ്റി, ദാനിയേലിനെ കുറിച്ച്, ഹനന്യാവിനെ പറ്റിയും അസരിയാവിനെ പറ്റിയും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് രാജഭോജനം കഴിക്കുവാനുള്ള അടിമകൾ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അവരെ അടിമകളായി കൊണ്ടുവന്നവരാണ്. അടിമകൾക്ക് നല്ല ഒരു ഓഫർ കിട്ടുകയാണ് രാജഭക്ഷണം കഴിക്കാനായിട്ട്. നല്ല ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയും രാജാവിൻ്റെ മേശയിലുള്ള വീഞ്ഞും ഒക്കെ കുടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആരാണ് വേണ്ടെന്ന് വെക്കുന്നത്? എന്നാൽ ഈ യഹൂദ ബാലന്മാർക്ക് തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഏറിയ ബോധ്യമുണ്ടായിരുന്നു. അവർ തങ്ങളെ ഒരു വിധത്തിലും അശുദ്ധരാക്കിയില്ലെന്ന് അവർക്കൊരു നിർണയമുണ്ടായിരുന്നു. അവർ പറയുകയാണ്, 10 ദിവസം നീ ഞങ്ങൾക്ക് വെറും ശാഖഭക്ഷണവും പച്ചവെള്ളവും മാത്രം തന്ന് ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കെന്നാണ് പറയുന്നത്. അങ്ങനെ പരീക്ഷിച്ച് നോക്കി ആ അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം, മറ്റുള്ളവരെ എല്ലാം അപേക്ഷിച്ച് അവർ 10 ഇരട്ടി വിശേഷതയുള്ളവരെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തെ അനുഭവിച്ചറിയുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നാം വായിച്ച വായന ഭാഗത്തേക്ക് വരുമ്പോൾ സങ്കീർത്തനം 34-ന്റെ 4-ലെ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ വായിക്കുമ്പോൾ ദാവീദ് എവിടെ വെച്ച് എഴുതി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദാവീദിൻ്റെ അഭിഷേക തൈലം അവൻ്റെ മേൽ വീണുവെങ്കിലും ശൗലിനെ പേടിച്ച് വനാന്തരങ്ങളിലും ഗുഹകളിലും പാറകളുടെ ഇടുക്കുകളിലും ഒക്കെയും അവൻ പാത്തും പതുമിയും നടക്കേണ്ടതായ അവസ്ഥ വന്നു. അനേകരെ ഭയന്ന് നടക്കുന്നതായ അവസ്ഥ. ഒരു പ്രാവശ്യം ഭക്ഷണത്തിനൊന്നുമില്ലാതെ ഒരു പുരോഹിതരെ എടുക്ക ചെന്ന് കാഴ്ചയപ്പം വാങ്ങി തിന്നുന്ന അവസ്ഥ. വളരെ ബുദ്ധിമുട്ടുകൾ പോടി. അങ്ങനെ ഗത്ത് രാജാവായ ആക്കീഷിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെയുള്ള അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, അയ്യോ, ഇവനാണ് ദാവീദ്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറയുമ്പോൾ അവൻ ആകെപ്പാടെ ഭയന്നുപോയി. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു. അവനിനി രക്ഷയില്ല എന്ന് കാണുമ്പോൾ അവിടെ വെച്ച് അവനൊരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയാണ്. വായിൽ കൂടി തുപ്പലൊലിപ്പിച്ചും മുഖം വിരൂപമാക്കിയും ചുവരുകളിൽ എഴുതിയും ഒക്കെയും അവനൊരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്നതായ സമയത്ത് ആക്കീഷ് രാജാവ് അവൻ്റെ ഭൃത്യന്മാരോട് പറയുകയാണ്,
ഇവനെ ഇവിടുന്ന് പുറത്താക്കുക, എൻ്റെ ദേശത്ത് ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഇവനെ എൻ്റെ മുൻപിൽ കൊണ്ട് കാണിക്കുന്നത്? അവിടുന്ന് അവന് ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിൽ ചെന്ന് ഇരിക്കുമ്പോൾ പാടുന്ന പാട്ടാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എന്നേക്കും എൻ്റെ നാവിന്മേൽ ഇരിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതാണ് പ്രിയമുള്ളവരെ, യഹോവയെ ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരവസ്ഥ നമ്മുടെ പുറകോട്ടുള്ള ജീവിതത്തിൽ നാം നോക്കുമ്പോൾ എത്രയോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി. ദൈവത്തെ അനുഭവിച്ചറിയുന്നവരായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം ജയകരമായി തുടരുവാൻ കഴിയുള്ളൂ. പലപ്പോഴും മരുഭൂമിയുടെ അവസ്ഥകൾ, വേദനകളുടെയും പ്രയാസങ്ങളുടെയും രോഗത്തിൻ്റെയും വേർപാടുകളുടെയും അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവനെ അനുഭവിച്ചറിയുവാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം അനുദിനം നമുക്ക് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.